ഇന്ത്യൻ വാർത്തകൾ. ഇന്ത്യ ചൈന വിമാന സർവീസുകൾ പുനരാരംഭിക്കും. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നേരിട്ടുള്ള യാത്രാവിമാന സർവീസുകൾ ഉടൻ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട്. വിമാന കമ്പനികൾക്ക് ഇതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിലെ പഴയ വാഹനങ്ങൾക്ക് സുപ്രീംകോടതിയുടെ സ്റ്റേ. ഡൽഹിയിലെ പഴയ വാഹനങ്ങൾക്കെതിരെയുള്ള നടപടികൾക്ക് സുപ്രീംകോടതി താൽക്കാലിക സ്റ്റേ ഏർപ്പെടുത്തി. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപണം. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ 124 വയസ്സുള്ള മിൻഡ ദേവി എന്ന സ്ത്രീയുടെ പേര് ഉൾപ്പെടുത്തിയതിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നാണ് ഈ വിവരം പുറത്തുവന്നത്. ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനം. ഉത്തരാഖണ്ഡിൽ മഴ കാരണം രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടു. കാണാതായ 9 സൈനികരടക്കം 43 പേർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. കേരള വാർത്തകൾ. വ്യാജലഹരി കേസ്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ കേസിലെ പ്രതി നാരായണദാസിന് ജാമ്യം ലഭിച്ചു. കപ്പൽ അപകടം. കേരള തീരത്ത് മുങ്ങിയ MSC ELSA 3 എന്ന ചരക്കുകപ്പലുമായി ബന്ധപ്പെട്ട് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മറ്റൊരു കപ്പൽ കൂടി അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ദേശീയപാത 66 വികസനം. ദേശീയപാത 66ന്റെ വികസനം 70% പൂർത്തിയായി. കേരളത്തിന് 400 കിലോമീറ്റർ 6 വരിപ്പാത ലഭിക്കും. കൊതമംഗലത്തെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ. കൊതമംഗലത്തെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുടുംബം NIA അന്വേഷണം ആവശ്യപ്പെട്ടു. സുരേഷ് ഗോപിക്കെതിരെ പരാതി. വ്യാജരേഖ ചമച്ചെന്നാരോപിച്ച് TN പ്രതാപൻ സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകി. അന്താരാഷ്ട്ര വാർത്തകൾ. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിലും വെടിവയ്പുകളിലും 89 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഭക്ഷണവിതരണ കേന്ദ്രങ്ങളിലുണ്ടായ വെടിവയ്പിൽ 31 പേർ മരിച്ചു. ഗാസയിലെ പട്ടിണിമരണങ്ങളുടെ എണ്ണം 227ആയി.